ഓ പയർ കണ്ടോ, പയർ കൃഷി ഓസ്ട്രേലിയയിലെ ആണ് കൃഷിക്കാരൻ. നമ്മളിതുപോലെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം വേണ്ടേ. ഇവിടെ ഒരു റെയിൻ വാട്ടർ സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ കേടായിട്ടിരിക്കുക. അതൊന്ന് ശരിയാക്കലാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം. നല്ല ഇഷ്ടംപോലെ ഉണ്ട്, വാഴ ഒക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാഡ്സിലാണ്. ഓസ്ട്രേലിയയിൽ ഒരു 10 വർഷം മുന്നേയൊക്കെ പണിത വീടുകളിലൊക്കെ മോസ്റ്റ്ലി ആളുകൾ റെയിൻ വാട്ടർ സിസ്റ്റം ഉപയോഗിക്കും. പക്ഷേ ആ റെയിൻ വാട്ടർ സിസ്റ്റം പലരും അത് കേടായി കിടക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാറില്ല. അപ്പം നമ്മളിന്ന് നമ്മുടെ സുഹൃത്തിന് ഉള്ളത് ഫിക്സ് ചെയ്യാൻ പോകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കടയിൽ കാണുന്നതാണ് ടാങ്ക്, ഇതതിൻ്റെ മോട്ടർ കാര്യങ്ങളും. ഇതാണ് റെയിൻ വാട്ടർ സിസ്റ്റത്തിൻ്റെ മോട്ടറും ഇതിൻ്റെ കൺട്രോൾ വാൽവും. ഈ വാൽവ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കൗൺസിലിൻ്റെ സപ്ലൈ ലൈൻ, ഇത് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന ലൈൻ, ഇത് നമ്മുടെ ഔട്ട്ലെറ്റ്, അതായത് നമ്മുടെ ടാപ്പ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫ്ലഷിലേക്ക് പോകുന്നത്. അപ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ടാങ്കിൽ വെള്ളമായിരിക്കും അത് പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിൻ്റെ സപ്ലൈ ആയിരിക്കും പമ്പ് ചെയ്യുക. അത് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ചാണിത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനൊരു ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ആ ഫ്ലോട്ട് സ്വിച്ച് ഇത് കംപ്ലൈൻ്റ് ആയി, അതാണ് നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരിക്കുന്ന സാധനമാണ് ഫ്ലോട്ട് സ്വിച്ച്. ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെറിയ ബോളാണ്. ആ ബോൾ താഴോട്ടും മേലോട്ടും ആകുമ്പോൾ കോൺടാക്ട് കിട്ടും. അപ്പോൾ അത് പിടിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആ കണക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം ഇത് കണ്ടിന്യൂറ്റിയിൽ ഇട്ടിട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റില്ല, ഈന്ന് അല്ലേ, മഴ ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്ലാക്ക് എപ്പോഴും കോമൺ ആയിരിക്കും, ബ്ലാക്കിൽ ടച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് താഴോട്ട് കിടക്കുമോ, അപ്പോൾ ഈ താഴോട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് കോണ്ടാക്റ്റ് വിട്ടു പോകണം. മേളിലോട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കോണ്ടാക്റ്റ് വേണം. അപ്പോൾ മേളിലോട്ട് പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഇതിനകത്തിൽ ഏതിലാണ് കോണ്ടാക്റ്റ് ഉള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ബ്രൗണിലാണ് കോണ്ടാക്റ്റ് ഉള്ളത്. നമ്മൾ താഴോട്ട് വീഴുന്ന സമയത്ത് ആ കോണ്ടാക്റ്റ് പോകും. അപ്പോൾ നമുക്ക് ബ്രൗൺ ആണ് വേണ്ടത്, ബ്ലൂ ഒഴിവാക്കി നിർത്തും. ഈ 2 വയർ നമുക്ക് എവിടെ കണക്ട് ചെയ്യണം, ഇതിൽ കണക്ട് ചെയ്യണം, ഇതിലിങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോൾ ടാങ്കിൽ വെള്ളം നിറയുന്ന സമയത്ത് ഈ കൺട്രോളറിന് മനസ്സിലാവും വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പ് തിരിക്കുന്ന സമയത്തോ ഫ്ലഷ് അടിക്കുന്ന സമയത്തോ ഈ മോട്ടർ ടാങ്കിൽ വെള്ളമായിരിക്കും പമ്പ് ചെയ്യുക. ഇതാ, അതായത് ഈ ലെവൽ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു വെയിറ്റ് കിട്ടും. ആ വെയിറ്റിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വെള്ളം, അത് ഈ ടാങ്കിൻ്റെ ഈ ക്വാർട്ടർ പോർഷനിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് വെള്ളം എടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റ് നമ്മൾ ഇവിടം വരെ ആക്കിയിടും. ഇത് വെള്ളം നിറയുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കോണ്ടാക്ട് കിട്ടുമ്പോൾ അതെ മോട്ടർ നമ്മുടെ ഈ ടാങ്കിലെ വെള്ളമായിരിക്കും ഉപയോഗിക്കുക. പക്ഷെ ഇത് വെള്ളം ഈ ലെവലിന് താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ബോൾ താഴോട്ടാവും, ആ കോണ്ടാക്ട് വിടും. ആ സമയത്ത് നമ്മുടെ പൈപ്പ് ലൈൻ ഡയറക്റ്റുള്ള വെള്ളമായിരിക്കും ഉപയോഗിക്കും. അതിൻ്റെ ഇടയിൽ ഭയങ്കര മഴയും ഓപ്പോക്കെ ആയതുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ ടാപ്പ് തുറക്കുമ്പോൾ അത് മോട്ടർ ഓണാവും. നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കും, വർക്ക് ചെയ്യുന്നുണ്ട്. മുതലാളി ഹാപ്പിയാണോ? ഡബിൾ ഹാപ്പി.